നമസ്കാരം. മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ യുഡിഎഫിനെ പിന്തുണച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട. 7 നിയമസഭാ മണ്ഡലങ്ങളും ചുമന്നെങ്കിലും പത്തനംതിട്ടക്കാർ ഡൽഹിക്ക് അയച്ചത് യുഡിഎഫിനെ മാത്രമാണ്. പുൽവാമ മുതൽ കോഴ ആരോപണം, കാട്ടാനാക്രമണം, റബ്ബർ വിലയിടിവ്, വിദേശ കുടിയേറ്റം വരെ വിഷയങ്ങളാകുന്നുണ്ട്. പത്തനംതിട്ട പിടിക്കാൻ പൊരിഞ്ഞ പോരിൽ മുന്നണികൾ നിൽക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കാറും കോളും നിറഞ്ഞതും അടിയൊഴുക്കുകൾ ഏറെയുള്ളതുമായ മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയേണ്ടി വരും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ 4ാം അംഗമാണ് പത്തനംതിട്ടയ്ക്ക്. കഴിഞ്ഞ 3 വട്ടവും യുഡിഎഫ് ജയിച്ചു കയറിയ മണ്ഡലമാണ് പത്തനംതിട്ട. 7 നിയമസഭാ മണ്ഡലങ്ങളും എൽഡിഎഫ് വിജയിച്ചു കയറിയെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയം അവർക്ക് ഇതുവരെ അപ്രാപ്യമായിരുന്നു എന്നുള്ളതാണ്. കാരണം എൽഡിഎഫിന് ലഭിച്ചിട്ടില്ല. ഇവിടെ ഡൽഹിയിലേക്ക് യുഡിഎഫ് പ്രതിനിധിയെ അയക്കുന്നതാണ് ഇതുവരെയുള്ള പത്തനംതിട്ടക്കാരുടെ ശീലമെന്ന് പറയപ്പെടുന്നത്. പുൽവാമ ആക്രമണവും ഒപ്പം തന്നെ പാകിസ്ഥാനിലെ ഭീകരവാദവും അടക്കം അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെയും വമ്പൻ കോഴ ആരോപണങ്ങളുമെല്ലാം പ്രചാരണത്തിൽ അലയടിച്ച പത്തനംതിട്ട ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആൻ്റണിക്ക് ലഭിച്ചത് 44,243 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങളും കൂടി ചേരുന്നതാണ് പത്തനംതിട്ട എന്ന് പറയപ്പെടുന്ന ലോക്സഭാ മണ്ഡലം. മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റുകളും എൽഡിഎഫിനാണ്. എന്നാൽ 2009 ലോക്സഭാ മണ്ഡലം രൂപീകൃതമായപ്പോൾ മുതൽ ജയം യുഡിഎഫിലെ ആൻ്റണിക്കും. 4ാം പോരാട്ടത്തിനാണ് ഇത്തവണ ഇറങ്ങിയിട്ടുള്ളത്. എൽഡിഎഫിൻ്റെ സ്ഥാനാർത്ഥി ടി.എം. തോമസ് ഐസക്കും ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിയും പൊരിഞ്ഞ പ്രചാരണ ചൂടിലുമാണ്. കിഫ്ബി സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തുടർച്ചയായ നോട്ടീസുകൾക്കിടയിലൂടെയാണ് ഐസക്കിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എം.പി എന്ന നിലയിൽ ആൻ്റണിയുടെ പ്രവർത്തനങ്ങൾ ഇത്തവണയും തുണയ്ക്കുമെന്ന് യുഡിഎഫ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. 2 കേന്ദ്രീയ വിദ്യാലയങ്ങൾ, കോവിഡ് കാല പ്രവർത്തനങ്ങൾ, എം.പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ എന്നിവ ആൻ്റണിക്ക് കരുത്താകുമെന്ന് കരുതുന്നു. പെരുന്നാൾ പഞ്ചായത്തിലെ തുലാപ്പള്ളിയിൽ കർഷകനായിട്ടുള്ള ബിജു മാത്യു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമെന്ന് പറയപ്പെടുന്നത്. വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനത്തിൽ പങ്കെടുത്ത ആൻ്റണി പോലീസുമായി കൊമ്പുകോർത്തതും ഒപ്പം തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിന് മുന്നിൽ നിന്ന് സമരം നടത്തിയതുമൊക്കെ നേട്ടമാക്കാനുള്ള ഓട്ടത്തിലാണ് യുഡിഎഫ്. ദേശീയപാത വികസനം, കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ നിർമ്മാണം, റബ്ബർ കർഷകർക്ക് വേണ്ടി പാർലമെൻറ്റിൽ ഇടപെട്ടത് എന്നിവയെല്ലാം ആൻ്റണി പ്രചരണ വിഷയങ്ങളാക്കുന്നുമുണ്ട്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കേന്ദ്രത്തിന് മുന്നിൽ ഭിക്ഷയാചിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയതിൻ്റെ കാരണക്കാരൻ ഐസക്കാണെന്ന ആരോപണമാണ് യുഡിഎഫിൻ്റെ പോർമുന. കിഫ്ബി മസാല ബോണ്ടിൻ്റെ പേരിൽ ഇഡി 7 തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാക്കാത്ത ഐസക്കിന് കുടുങ്ങുമെന്ന ഭയമുണ്ടെന്ന് യുഡിഎഫ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി പേരിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ തമ്മിലടിച്ചും കൂടാതെ യുഡിഎഫ് അതിനെ ആയുധമാക്കി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇടഞ്ഞു നിന്ന കോൺഗ്രസ് നേതാക്കളും ഭിന്നിച്ചുപോയ സഭാ വോട്ടുകളുമൊക്കെ ഇത്തവണ ഒപ്പമുണ്ട് എന്നുള്ള ഒരു തോന്നലിലും വിശ്വാസത്തിലുമാണ് യുഡിഎഫ്. മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന പരിപാടിയിലൂടെ ജില്ലയിലെ പ്രവാസികളെ മുഴുവൻ കൂടെ നിർത്തുവാനും വയോജനങ്ങൾ ഏറെയുള്ള ജില്ലയെന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് പിടിച്ചു കയറാനുമാണ് തോമസ് ഐസക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകർ, പ്രവാസികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ അടക്കമുള്ള ആൾക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഐസക്ക് പുതിയ കൃഷിരീതികളും തൊഴിൽ സംസ്കാരവുമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. തിരുവല്ലയിൽ നടത്തിയ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ തുടർച്ചയായ വിജ്ഞാനം പത്തനംതിട്ട എന്ന പേരിൽ 1,50,000 പേർക്ക് തൊഴിൽ നൽകുന്നതിന് സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പദ്ധതി ആവിഷ്കരിച്ചു എന്ന് പറയപ്പെടുന്നു. മണ്ഡല പര്യടനത്തിൽ സ്ഥാനാർത്ഥിക്ക് സമ്മാനമായി ഒരു പുസ്തകം അല്ലെങ്കിൽ കുറച്ച് വസ്ത്രങ്ങൾ മതിയെന്നും പുസ്തകം ലൈബ്രറികൾക്കും വസ്ത്രങ്ങൾ അഗതി മന്ദിരങ്ങൾക്കും കൈമാറുമെന്നും ഈ പ്രചാരണ രീതികളൊക്കെ വോട്ടായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടതുണ്ട്. കാരണം തോമസ് ഐസക്ക് ചെയ്യുന്ന രീതികൾ അതാണ്. ശബരിമല പ്രക്ഷോഭകാലത്തെ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ സമാഹരിച്ച 2,97,396 വോട്ടുകൾ മറികടന്ന് ജയിക്കാനാവുമെന്നാണ് BJPയുടെ അനിൽ ആൻ്റണിയുടെ അവകാശവാദം. വീടുകൾ സന്ദർശിച്ച് പരമാവധി വോട്ടർമാരെ കാണുകയാണ് അനിൽ ആൻ്റണി ഇപ്പോൾ ചെയ്യുന്നത്. വികസനത്തെക്കുറിച്ച് വോട്ടർമാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അവർ. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പത്തനംതിട്ടയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം ചൂണ്ടിക്കാട്ടുന്നു. അനിൽ വിജയിച്ചാൽ പത്തനംതിട്ടയ്ക്ക് കേന്ദ്രമന്ത്രി എന്നാണ് BJP പ്രചരിപ്പിക്കുന്നത്. അനിൽ ആൻ്റണി തോൽക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള AK ആൻ്റണി പറഞ്ഞതിന് പിന്നാലെയാണ് തെല്ലാൽ നന്ദകുമാറിൻ്റെ കോഴ ആരോപണവും. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ കോഴ ആരോപണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 14,29,700 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. വന്യമൃഗശല്യം തടയൽ, റബ്ബറിൻ്റെ വിലയിടിവ് എന്നിവയെല്ലാം പ്രധാന ചർച്ചാ വിഷയമാണ്. റബ്ബറിന് കിലോയ്ക്ക് 200 മുകളിൽ വില കിട്ടിയത് UPA സർക്കാർ കാലത്താണ് എന്ന് യുഡിഎഫ്, താങ്ങുവില ഉയർത്തി കർഷകരെ സംരക്ഷിക്കുന്ന തങ്ങളാണ് എന്ന് LDFും, മോദി സർക്കാരിൻ്റെ റബ്ബറിൻ്റെ ഇറക്കുമതി നികുതി ഉയർത്തിയതോടെ കർഷകർക്ക് വില കൂട്ടിക്കിട്ടിയെന്ന് NDAയും പറയുന്നു. ഇങ്ങനെ അവകാശവാദങ്ങൾ പോകുന്നു.
കർഷക പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മികച്ച ടൂറിസം പദ്ധതികളോ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളോ ജില്ലയിൽ ഇല്ലാത്തതും വർദ്ധിച്ച വിദേശ കുടിയേറ്റവും ചർച്ചയാക്കുന്നുണ്ട്. എങ്കിലും UDF ആധിപത്യം പ്രചാരണ രംഗത്ത് വ്യക്തമാണ്. അതേസമയം തോമസ് ഐസക്കിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അത്രത്തോളം എത്തുന്നില്ല. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമെന്ന് പറയപ്പെടുന്നത് UDFനും LDFനും അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷം 3 ലക്ഷത്തോളം വോട്ട് കരസ്ഥമാക്കിയിരുന്ന കെ സുരേന്ദ്രൻ, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചിട്ടുള്ള 3 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ ഈ കാലഘട്ടത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലധികം വോട്ടുകൾ നേടി വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അനിൽ ആൻ്റണി പറയുന്നത്. മോദി അടക്കമുള്ളവരുടെ കൃത്യമായിട്ടുള്ള അനുഗ്രഹ ആശംസകളോടുകൂടിയാണ് അനിൽ ആൻ്റണി ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. എന്നാൽ അച്ഛനായിട്ടുള്ള AK ആൻ്റണിയുടെ ശാപം അനിൽ ആൻ്റണിയെ പിന്തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മനസ്സുകൊണ്ട് ശപിച്ചതല്ല എന്ന് പൊതുസമൂഹത്തിനറിയാം. അതായത് പരാജയപ്പെടേണ്ടത്, തോൽപ്പിക്കപ്പെടേണ്ട വ്യക്തിയാണ് അനിൽ ആൻ്റണി എന്ന് AK ആൻ്റണി പറഞ്ഞത് മനസ്സിൽ നിന്നല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത്രത്തോളം ഒരു കാട്ടുകള്ളനെ ഒരിക്കലും ഈ രാജ്യം, ഈ സംസ്ഥാനം കണ്ടിട്ടേ ഉണ്ടാകില്ല. അങ്ങനെ നുണ കൊണ്ട് മാത്രം പ്രചരണം നടത്തുന്ന ആദർശം നുണയാക്കി മാറ്റിയ ഒരു വ്യക്തിത്വമാണ് AK ആൻ്റണി. അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹം മനസ്സിലാക്കിയ സാഹചര്യത്തിൽ മകനെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന അച്ഛനാണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. കാരണം മകനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് തന്നെയാണ് BJPയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് AK ആൻ്റണിക്ക് മകനോട് വെറുപ്പില്ല, പകരം അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്യുകയും അനുഗ്രഹാശംസകൾ ചൊരിയുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ഈ വട്ടം ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് AK ആൻ്റണിയും BJPയും. കാരണം അത്തരത്തിലൊരു മാറ്റമുണ്ടായാൽ മാത്രമായിരിക്കും അനിൽ ആൻ്റണിക്ക് അവിടെ നിന്ന് ജയിച്ചു കയറി വരുവാൻ കഴിയുക. മാത്രമല്ല മോദി ഇഫക്റ്റ് സാധ്യമാകാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയും.